60 ആണ്ടുകൾ പിന്നിടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യലബ്ധിയുടെ ഹൃദ്യമായ അനുഭൂതികൾക്ക് 500 ആണ്ടുകൾക്കപ്പുറം ഇളകിമറഞ്ഞ ഒരു ക്ഷുബ്ധസാഗരത്തോട് കടപ്പാടുണ്ട്. കടലോടി വന്ന അധിനിവേശങ്ങൾക്ക് ചങ്കൂറ്റം കൊണ്ട് തടശിലകൾ തീർത്ത ധീര യൗവനങ്ങൾ ചരിത്രത്തിലെന്നും നൈരന്തര്യവും അനശ്വരതയും നേടിയിട്ടുണ്ട്. കുരിശുയുദ്ധങ്ങളുടെ വന്യമായ പകയും ഭ്രാന്തും അനന്തരമെടുത്ത പറങ്കി പരീക്ഷകൾ അന്നാദ്യമായി ഈ കടലിലും കരയിലും കബന്ധങ്ങൾ നിറച്ചു. കുഞ്ഞാലിമാർക്ക് മരണമില്ല. രക്തസാക്ഷിത്വത്തിലൂടെ അമരത്വം നേടുകയും പിൻഗാമികളിലൂടെ പുനർജനിക്കുകയും ചെയ്ത അവർ നൂറ്റാണ്ടുകൾ നീണ്ട നാവിക പ്രതിരോധത്തിലൂടെ ജന്മനാട് കാത്തു. കുഞ്ഞാലിമാർക്കു പിറകെ ജനതയുടെ വിമോചന സ്വപ്നങ്ങൾക്ക് സ്വന്തം രക്തം കൊണ്ട് ആവിഷ്കാരം തീർത്തവർ അനവധി. ഉണ്ണിമൂസ മൂപ്പനും ചെമ്പൻ പോക്കരും അത്തൻ ഗുരുക്കളും പോരാട്ടവഴിയിലെ അനശ്വര മുദ്രകളായി. അധിനിവേശക്കാർ വന്നുപോയിക്കൊണ്ടേയിരുന്നു. പറങ്കികൾക്ക് പിറകെ ഡച്ചുകാർ, ഒടുവിൽ വെള്ളക്കാർ. നൂറുകണക്കിന് മാപ്പിള കലാപങ്ങൾ മലബാർ മണ്ണിന്റെ സ്വാതന്ത്ര്യ വാഞ്ചയും വിപ്ലവബോധവും പ്രകടമാക്കി. മലപ്പുറം, മഞ്ചേരി, ഓമാനൂർ. ടിപ്പുവിന്റെ കരവാൾ ബ്രിട്ടീഷ് കരാളതകൾക്കുമേൽ പതിച്ച അശിനിപാതമായി. അന്യാദൃശമായ ധീരതയും അതുല്യമായ ത്യാഗവും പ്രദർശിപ്പിച്ച് അടർക്കളത്തിൽ പ്രിയ നാടിനു വേണ്ടി ആത്മാർപ്പണം ചെയ്ത് ടിപ്പു അനശ്വരനായി. ബഹദൂർ ഷാ സഫറിന്റെ നേതൃത്വത്തിൽ 1857 അരങ്ങേറിയ സ്വാതന്ത്ര്യ സമരം അടക്കിവെച്ച ഇന്ത്യൻ വിമോചന സ്വപ്നങ്ങളുടെ ബഹിർസ്ഫുരണമായിരുന്നു. ദക്ഷിണേന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലും ബംഗാൾ, മീററ്റ്, ഡൽഹി തുടങ്ങി ഉപഭൂഖണ്ഡത്തിന്റെ ഇതര ഭാഗങ്ങളിലും സ്വാതന്ത്ര്യ സമരാഗ്നി ആളിപ്പടർന്നു. ഖിലാഫത്ത് കോൺഗ്രസ് കൂട്ടായ്മയിലൂടെ ജനകീയ മാനം കൈവരിച്ച സ്വാതന്ത്ര്യ പോരാട്ടം മലബാർ മണ്ണിൽ സഹനത്തിന്റെയും ധീരതയുടെയും ആത്മത്യാഗത്തിന്റെയും 1000 ഇതിഹാസങ്ങൾ തീർത്തു. പതിനായിരങ്ങളുടെ ജീവനും രക്തവും വിയർപ്പും നൽകി ഇന്ത്യ സ്വതന്ത്രയായി. അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും സ്വാതന്ത്ര്യയോദ്ധാക്കളുടെ സ്വപ്നങ്ങൾ സഫലമാകാതെ ശേഷിക്കുന്നു. പോരാട്ടങ്ങളിൽ സർവവും ത്യജിച്ച അധസ്ഥിത ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്മുറക്കാർ പുതിയ അധികാരവർഗങ്ങളുടെ കീഴിൽ അവഗണനയ്ക്കും അവമതിക്കും മാത്രം പാത്രമാകുന്നു. വിവേചനങ്ങൾക്കും ഭരണകൂട ഭീകരതയ്ക്കും പുറമെ പുത്തൻ കോളനി വാഴ്ചയ്ക്ക് കങ്കാണിപ്പണി ചെയ്യുന്ന ഭരണകൂടങ്ങൾ രാജ്യത്തെ അടിസ്ഥാന വർഗങ്ങളെയും ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളെയും സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ മുഖ്യധാരയിൽ നിന്ന് ഓരങ്ങളിലേക്ക് തള്ളി മാറ്റുകയാണ്. ഒപ്പം രാജ്യത്തെ വീണ്ടും വിഭജിക്കാനൊരുങ്ങുന്ന വർഗീയ ഫാസിസ്റ്റുകൾ ഇന്ത്യയുടെ ഐക്യത്തിനും സാമൂഹ്യ ഭദ്രതയ്ക്കും ഭീഷണി ഉയർത്തുന്നു. ന്യൂനപക്ഷങ്ങളുടെ വംശശുദ്ധീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് ആസൂത്രണം ചെയ്യപ്പെടുന്ന കലാപ പരമ്പരകളിലൂടെ, ചരിത്ര പൈതൃകങ്ങൾക്കെതിരെയുള്ള കയ്യേറ്റങ്ങളിലൂടെ, സംസ്കാര ചിഹ്നങ്ങളുടെ ധ്വംസനങ്ങളിലൂടെ ഫാസിസ്റ്റ് തേർവാഴ്ച അരങ്ങ് തകർക്കുകയാണ്. പോരാട്ടവീതിയിൽ
അടിമത്തവും അനീതിയുമകന്ന ഒരു ഇന്ത്യ സ്വപ്നം കണ്ട് മരിച്ചു വീണ ആയിരങ്ങളുടെ കനവുകൾ ഇവിടെ ഉയിരെടുക്കുന്നു. കേരളത്തിലെ നവസാമൂഹിക പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ശൈലിക്ക് പുതിയ ഭാഷയും വ്യാകരണവും ചമച്ച നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് പുത്തൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ പടഹധ്വനിയുമായി 2007 ഓഗസ്റ്റ് 15 തിരുവനന്തപുരം, കോട്ടയം, മലപ്പുറം, വടകര എന്നീ 4 പ്രമുഖ കേന്ദ്രങ്ങളിൽ ഫ്രീഡം പരേഡ് സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ കാവലാളാകുക, നീതിയുടെ പോരാളിയാവുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ജനതയുടെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങൾക്കും സമരാവേശത്തിനും ചിറകമുളപ്പിച്ചുകൊണ്ട് NDFന്റെ ഫ്രീഡം പരേഡ് ചരിത്രത്തിൽ ഇടം രേഖപ്പെടുത്തി കഴിഞ്ഞു. പൊരുതി നേടിയ സ്വാതന്ത്ര്യം വീണ്ടും പുത്തൻ അധിനിവേശക്കാർക്ക് അടിയറ വയ്ക്കുന്ന കങ്കാണി ഭരണകൂടങ്ങൾക്ക് താക്കീതായി നാടിന്റെ ബഹുസ്വരതയും മതേതര സംസ്കാരവും തകർക്കാനൊരുങ്ങുന്ന ഫാസിസ്റ്റ് വൈതാളികർക്ക് ഭീതി സ്വപ്നമായി പരേഡിന്റെ ചുവടുകൾ മാറി. അനേകായിരം സ്വാതന്ത്ര്യ പോരാളികളുടെ ചോരയും കണ്ണീരും വിയർപ്പും വീണ് കുതിർന്ന മണ്ണിൽ പുതിയ കാലത്തിന്റെ ഈ പോരാളികൾ അവരുടെ സ്വാതന്ത്ര്യ കനവുകൾക്ക് പുത്തൻ ഉയിരു നൽകാൻ പ്രതിജ്ഞ പുതുക്കുകയാണ്.
ജനശക്തിയുടെയും അവകാശബോധത്തിന്റെയും സ്വാതന്ത്ര്യബോധത്തിന്റെയും പ്രതീകാത്മക പ്രഖ്യാപനമാകുന്നു പരേഡ്. ജനവിരുദ്ധ ഭരണകൂടങ്ങൾക്കും ദേശവിരുദ്ധ ശക്തികൾക്കുമെതിരെ നിത്യജാഗ്രതയുടെ ചുവടുവെപ്പുകളാകുന്നു ഈ ചടുല ചലനങ്ങൾ. കൈകാലുകളും മനസ്സും ഒന്നാകുന്ന ഐക്യത്തിന്റെ രാസക്രിയ. ബാൻഡുകളുടെ ദ്രുതതാളം ചടുലമായ സമരബോധത്തെ വിളംബരപ്പെടുത്തുന്നു. ചലിക്കുന്ന പാദങ്ങൾ പുരോയാനത്തിലായ ഒരു സമൂഹത്തെ പ്രതീകവൽക്കരിക്കുന്നു. അർപ്പണബോധത്തിന്റെയും ആത്മത്യാഗത്തിന്റെയും അടയാള മുദ്രകൾ തന്നെയാണ് പരേഡിന്റെ ചുവടുകൾ മണ്ണിലും മനസ്സിലും ബാക്കിയാക്കുന്നത്.
നെടുനാളത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവകാശബോധമാർജിച്ച അധസ്ഥിത ന്യൂനപക്ഷത്തിന്റെ മനസ്സിൽ ആത്മവിശ്വാസത്തിന്റെ അലകൾ ഉയർത്തി ഫ്രീഡം പരേഡ്. കണ്ണുകൾ ചത്തുപോയ മാധ്യമ തമ്പുരാക്കന്മാർക്കും കണ്ണടച്ചിരുട്ടാക്കുന്ന മുഖ്യധാരക്കാർക്കും ചരിത്രം ഈ പുരുഷാരത്തെ സാക്ഷിയാക്കി കുറ്റം വിധിക്കും. തെരുവുകളിൽ ചരിത്ര സൃഷ്ടിപ്പിന്റെ താളം മുഴങ്ങുമ്പോൾ അവർ ഉറക്കം നടിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ചരിത്രം അറിയില്ല. ജനകീയ പ്രതിരോധത്തിന്റെ തീനാമ്പുകൾ, മർദ്ദക നാഗരികതകളുടെ അരക്കില്ലങ്ങൾ വിഴുങ്ങിയ ചരിത്രം. മലയാള മണ്ണിന്റെ സമര പെരുമ ഇന്ത്യൻ മർദ്ദിതന്റെ ശാക്തീകരണ സംരംഭങ്ങളിലേക്ക് വളർന്നു കയറിയത് പക്ഷേ മർദ്ദിത സഞ്ചയം ഹൃദയത്തിൽ തൊട്ടറിഞ്ഞിരിക്കുന്നു. ഇളകിമറിയുന്ന ഈ ജനസാഗരം അത് സാക്ഷ്യപ്പെടുത്തുന്നു.
ഒറ്റപ്പെടലുകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ബഹിഷ്കരണ ആഹ്വാനങ്ങൾക്കും മറുപടി. നീതിയുടെ ഈ പോരാളികൾക്ക് സമൂഹത്തിന്റെ, പെൺമനസ്സിന്റെ പിന്തുണയും വാത്സല്യവും. പരേഡ് ഉയർത്തിപ്പിടിക്കുന്ന ജനകീയതയുടെ ദൃഷ്ടാന്തമായി സ്ത്രീകളടക്കമുള്ള ആഭാലവൃദ്ധം ജനങ്ങളുടെ സാന്നിധ്യവും പങ്കാളിത്തവും. പരേഡ് പകർന്നു നൽകുന്ന സുരക്ഷാബോധത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും നിദർശനം കൂടിയാണിത്. അധസ്ഥിതന്റെ അവകാശ സമരങ്ങളിലെ നാഴികക്കല്ലുകൾ. നിവർത്തന പ്രക്ഷോഭത്തിന്റെയും മലയാളി മെമ്മോറിയലിന്റെയും ഈഴവ മെമ്മോറിയലിന്റെയും സമരസ്മരണകൾ. സവർണ കോയ്മകൾക്കെതിരെ നിവർന്നു നിൽക്കാൻ ദളിതന് നട്ടെല്ല് നൽകിയ അയ്യങ്കാളിയുടെ ചിരസ്മരണം. തിരുവനന്തപുരം നഗരത്തിലെ പരേഡ് ബഹുജനങ്ങളുടെയും ന്യൂനപക്ഷ പിന്നോക്ക പ്രസ്ഥാന നായകരുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. പരേഡ് മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി പാളയം, ആയുർവേദ കോളേജ്, തമ്പാനൂർ ഓവർബ്രിഡ്ജ് വഴി മാഞ്ഞാലിക്കുളം മൈതാനം, ബഹദൂർ ഷാ സഫർ നഗറിൽ സമാപിച്ചു.
കേരള നവോത്ഥാന ചരിത്രത്തിലെ അവിസ്മരണീയ അധ്യായമായ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഓർമ്മകൾ നെഞ്ചേറ്റിയ കോട്ടയം നഗരി. അക്ഷരനഗരിയെന്ന് ഖ്യാതി നേടിയ കോട്ടയത്തിന് ഒരു ഇസ്ലാമിക പൈതൃകം സ്വന്തമായുണ്ട്. കോട്ടയത്തിന്റെ തെരുവീഥികൾക്ക് പുത്തൻ സാമൂഹ്യ നവോത്ഥാന സംരംഭങ്ങളുടെ പ്രകടിത സ്വരമായിരുന്നു ഫ്രീഡം പരേഡ്. Parade! Start the parade! Parade will turn to the right! Right! Turn! Good march! പരേഡ് നാഗമ്പടം മൈതാനത്ത് നിന്ന് തുടങ്ങി റെയിൽവേ സ്റ്റേഷൻ, KK റോഡ്, TB റോഡ്, MC റോഡ് വഴി ബഹദൂർ ഷാ സഫർ നഗറിൽ സമാപിച്ചു. ജന്മി കൊളോണിയൽ വിരുദ്ധ സമരങ്ങളുടെ ഓർമ്മക്കടലിരമ്പുന്ന മലപ്പുറം മണ്ണ്. മലപ്പുറം
മഞ്ചേരി, ചേറൂർ, ഓമാനൂർ, പൂക്കോട്ടൂർ. സമരത്തിന്റെ അസംഖ്യം ഭൂമികകൾ, പോരാളികളുടെ അസംഖ്യം പേരുകൾ. വാഗൺ ട്രാജഡിയുടെ ആർദ്രസ്മൃതി. ധീരരക്തസാക്ഷികൾ വാരിയം കുന്നന്റെയും ആലി മുസ്ലിയാരുടെയും ഓർമ്മകൾ ഇന്നും പ്രകമ്പിതമാക്കുന്നു ഈ മണ്ണിനെ. മലപ്പുറത്ത് നവസ്വാതന്ത്ര്യ സമരത്തിന്റെ പടഹധ്വനിയുയർത്തി ഫ്രീഡം പരേഡ് ആവേശമായി. പരേഡ് മുണ്ടുപറമ്പ് ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി ജൂബിലി റോഡിലൂടെ കുന്നുമ്മൽ ബസ് സ്റ്റാൻഡിന് മുൻവശം കോട്ടപ്പടി മൈതാനത്ത് ബഹദൂർ ഷാ സഫർ നഗറിൽ സമാപിച്ചു. കടലും കരയും സ്വന്തമാക്കാൻ വന്ന പറങ്കി പടയ്ക്കെതിരെ തലമുറകൾ നീണ്ട പോരാട്ടത്തിലൂടെ, ജീവത്യാഗത്തിലൂടെ ചരിത്രത്തിലിടം നേടിയ കുഞ്ഞാലി മരയ്ക്കാന്മാരുടെ സമരവേദികൾ. വൈദേശികാധിപത്യത്തിനെതിരെ ഇന്ത്യൻ മണ്ണിലുയർന്ന ആദ്യ ചെറുത്തുനിൽപ്പിന്റെ തട്ടകം. വടകരയുടെ മണ്ണും മനസ്സും പുത്തൻ സമരബോധത്താൽ ചുവന്നു തുടുത്തിരുന്നു. കുഞ്ഞാലിമാരുടെ തലമുറകൾ അന്യം നിന്ന് പോയിട്ടില്ലെന്ന് പ്രഖ്യാപിച്ച് നവകൊളോണിയൽ അധിനിവേശങ്ങൾക്കും ഭരണകൂട ഭീകരതയ്ക്കും സവർണവർഗീയ ഫാസിസത്തിനുമെതിരായ കാലാൾ പടയുടെ ചുവടുകൾ പോരാട്ടത്തിന്റെ ഈറ്റില്ലമായ ഈ മണ്ണ് ഹൃദയതാളമായി ഏറ്റുവാങ്ങി. വടകരയിൽ
താഴെയങ്ങാടി റഹ്മാനിയ മസ്ജിദ് പരിസരത്ത് നിന്ന് തുടങ്ങി വലിയ വളവ് ഓവർബ്രിഡ്ജ്, അഞ്ചുവിളക്ക്, പഴയ ബസ് സ്റ്റാൻഡ്, എടോടി പുതിയ സ്റ്റാൻഡ് വഴി ബഹദൂർ ഷാ സഫർ നഗറിൽ സമാപിച്ചു. പ്രോജ്വലമായ സ്വാതന്ത്ര്യ സമര സ്മൃതികളെ തൊട്ടുണർത്തി തലമുറകളുടെ ആവേശമായ ദേശഭക്തിഗാനം സാരേ ജഹാൻ സേ അച്ഛാ, യൂണിറ്റി സോങ്. गुर्बत में हो अगर हम, रहता है दिल वतन में, समझो वही हमें भी, दिल हो जहान हमारा हमारा, सारे जहां से अच्छा, हिंदुस्तान हमारा हमारा, सारे जहां से अच्छा. ये आपरूद गंगा, वो दिल है याद तुझको, उतरा तेरे किनारे, जब कारवान हमारा हमारा, सारे जहां से अच्छा, हिंदुस्तान हमारा हमारा, सारे जहां से अच्छा. मज़हब नहीं सिखाता आपस में बैर रखना, मज़हब नहीं सिखाता आपस में बैर रखना. हिंदी है हम, हिंदी है हम, हिंदी है हम, वतन है हिंदुस्तान हमारा हमारा, सारे जहां से अच्छा, हिंदुस्तान हमारा हमारा, सारे जहां से अच्छा. हम बुलबुले हैं इसकी, ये गुलसितान हमारा हमारा, सारे जहां से अच्छा, हिंदुस्तान हमारा हमारा, सारे जहां से अच्छा.
സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ ജീവാർപ്പണം ചെയ്ത ധീരാത്മാക്കളെ സ്മരിച്ചുകൊണ്ട് നവഭാരതത്തിന്റെ സംരചനയ്ക്കായി ജനതയുടെ കർമ്മചേതനയെ ക്ഷണിക്കുകയും പുതിയ അധീശവർഗങ്ങൾക്കും ദേശശത്രുക്കൾക്കുമെതിരെ വിപത് സന്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു NDFന്റെ സ്വാതന്ത്ര്യദിന സന്ദേശം. ഒരു രാജ്യത്തിന്റെ ചരിത്രത്തിൽ 60 വർഷങ്ങൾ ദീർഘമായ കാലയളവല്ല. സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ചോരപ്പാടുകൾ ഇപ്പോഴും മങ്ങിയിട്ടില്ല. അവർക്ക് നേരെ വന്ന വെടിയുണ്ടകളുടെ അടയാളങ്ങൾ മാഞ്ഞുപോയിട്ടില്ല. അവരുടെ അവസാന കണ്ണികൾ നമ്മോടൊപ്പം ജീവിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ വില മറക്കാൻ സമയമായില്ല. രാജ്യത്തെ ജനവിഭാഗങ്ങളെ ഒരേ ചരടിൽ കോർത്തു നിർത്തുന്ന ഭരണഘടനയുണ്ട്. അവകാശ സംരക്ഷണത്തിന് നിയമങ്ങളുണ്ട്. പൗരന്മാർക്കിടയിൽ അവസര സമത്വം കാത്തുസൂക്ഷിക്കാനും അധികാര പങ്കാളിത്തം ഉറപ്പുവരുത്താനും ക്രമീകരണങ്ങളുണ്ട്. 60 വർഷത്തിൻ്റെ ഭാഗ്യപത്രത്തിൽ ഇതിൻ്റെ അനുകൂല ഫലങ്ങൾ കാണുന്നില്ല. ജനാഭിലാഷത്തിന് നിരക്കാത്ത പുതിയ വികസന മുദ്രാവാക്യങ്ങൾ രാജ്യത്തുയരുന്നു. സാമ്രാജ്യത്വം മറ്റൊരു പേരിൽ കടന്നു വരുന്നു. പുതിയ യജമാനന്മാർക്ക് ഭൂമിയും വിഭവങ്ങളും കൈമാറാൻ അമിതാവേശം കാണിക്കുന്ന ജനപ്രതിനിധികൾക്ക് പഴയ നാട്ടുരാജാക്കന്മാരുടെ മുഖച്ഛായ കൈവന്നിരിക്കുന്നു. നിലനിൽപ്പിന് മുറവിളി കൂട്ടുന്ന പൗരന്മാർക്ക് നേരെ തോക്ക് ചൂണ്ടുന്നവർ രാജ്യത്തെ ബന്ധിക്കാൻ പുതിയ ചങ്ങലകൾ തീർക്കുകയാണ്. പ്രതിബദ്ധതയും ജാഗ്രതയുമുള്ള സമൂഹത്തിന് സ്വാതന്ത്ര്യത്തിന്റെ പുലരികൾ ആസ്വദിക്കാനാവും. സ്വാതന്ത്ര്യത്തിന്റെ കാവലാളാവുക, നീതിയുടെ പോരാളിയാവുക. ദലിത് ന്യൂനപക്ഷ ഐക്യത്തിന്റെ സുവർണ മുദ്ര പോപ്പുലർ ഫ്രണ്ട് സെക്രട്ടറി EM അബ്ദുൾ റഹ്മാനും അഡ്വക്കേറ്റ് KP മുഹമ്മദ് ഷെരീഫിനും ലത്തീൻ കത്തോലിക്ക ഐക്യവേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് A ജെയിംസ് ഫെർണാണ്ടസ് ഖദർ ഷാൾ അണിയിക്കുന്നു. ഇന്ത്യ രാജ്യത്തെ ആബാലവൃദ്ധം ജനങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ
കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ജയിലറകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നപ്പോൾ, തൂക്കുമരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നപ്പോൾ, ഇതാ നമ്മൾ ഹിന്ദുക്കളുടെ ഈ ശക്തി അതൊരിക്കലും ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് പാഴാക്കാനുള്ളതല്ലെന്നും നമ്മുടെ യഥാർത്ഥ ശത്രുക്കളായ മുസ്ലിങ്ങൾക്കെതിരെ കരുതി വെക്കേണ്ടതാണെന്നും വിചാരധാരകൾ ഉൽപ്പാദിപ്പിച്ച ഭീകര സംഘങ്ങൾ ഇന്ന് മതന്യൂനപക്ഷങ്ങളുടെ, പിന്നോക്ക വിഭാഗങ്ങളുടെ, അധസ്ഥിത വർഗങ്ങളുടെ സ്വാതന്ത്ര്യ സമര പാരമ്പര്യങ്ങളെ തള്ളിപ്പറയുകയാണ്, അല്ലെങ്കിൽ അതിനെതിരെ തമസ്കരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായും സ്വാതന്ത്ര്യത്തിൻ്റെ വേള എന്നുള്ളത് ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സന്ദർഭമായിരുന്നു. പക്ഷേ ആഹ്ലാദത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സന്ദർഭം ദൗർഭാഗ്യകരമായ ഒരു വിഭജനത്തിൻ്റെ വേദനകളായി പോലും ഈ ഉപഭൂഖണ്ഡത്തിൽ ആളിപ്പടരുകയുണ്ടായി. നൂറുകണക്കിന്, ആയിരക്കണക്കിന് നിരാലംബരായ സ്ത്രീ പുരുഷന്മാരുടെ കൂട്ടപ്പലായനങ്ങളും ശവക്കൂട്ടങ്ങളുടെ കൈമാറ്റങ്ങളുമൊക്കെ തന്നെ തീർച്ചയായും ദുഃഖപൂർണമാക്കിയ, രക്തപങ്കിലമാക്കിയ വിഭജനമായിരുന്നു നമുക്ക് സ്വാതന്ത്ര്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നുള്ളത് സ്വാതന്ത്ര്യത്തിൻ്റെ വിഭജനം കൂടിയായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദികളായരായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഇന്നും ചർച്ചകൾ തുടരുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്തം ഏതെങ്കിലും ഒരു പാർട്ടിയിലോ ഏതെങ്കിലും ഒരു നേതാവിലോ പാകിസ്ഥാൻ വാങ്ങിപ്പോയ നേതൃത്വത്തിലോ ഇന്ത്യ ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച ആ വിഭാഗത്തിലോ നേതൃത്വത്തിലേക്ക് തന്നെ ചാരുക എന്നുള്ളത് തീർച്ചയായും നമുക്ക് ഇനിയും തുടരാൻ കഴിയുന്നൊരു വ്യായാമമാണ്. പക്ഷേ അടിസ്ഥാനപരമായ ഒരു വസ്തുത അവശേഷിക്കുകയാണ്. ഇന്ത്യ വിഭജനം എന്നുള്ളത് ഈ രാജ്യത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ അജണ്ടയുടെ ഒരു വിജയമായിരുന്നു. ഈ രാജ്യം ഏഷ്യ ഉപഭൂഖണ്ഡത്തിൽ ഇന്നത്തെ ഇന്ത്യയും ഇന്നത്തെ പാകിസ്ഥാനും ഇന്നത്തെ ബംഗ്ലാദേശും ബർമയും ഉൾപ്പെടുന്ന ഒരു ഉപഭൂഖണ്ഡം ഒരൊറ്റ രാഷ്ട്രമായി നിലനിൽക്കുക എന്നുള്ളത് സാമ്രാജ്യത്വത്തിൻ്റെ വരും കാലങ്ങളിലെ അജണ്ടയ്ക്ക് വിലങ്ങാകുമെന്ന് കണ്ടുകൊണ്ടുള്ള ഒരു ഗൂഢമായ ഒരു സാമ്രാജ്യത്വ അജണ്ട, കൊളോണിയൽ അജണ്ട വിഭജനത്തിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചിരുന്നുവെന്ന് ഇപ്പോൾ ചരിത്രകാരന്മാർ വിശദീകരിക്കുകയാണ്. തീർച്ചയായും ഈ വിഭജനത്തിന് ശേഷമുള്ള ഇന്ത്യ എന്നുള്ളത് ഉപഭൂഖണ്ഡത്തിൻ്റെ ഒരു ശക്തി ചോർത്തിക്കളയുകയും ഇന്ത്യയെയും പാകിസ്ഥാനെയും ഭരണാധികാരികളെ അവരെന്ത് താല്പര്യങ്ങളുടെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ടിരുന്നാലും ജനങ്ങൾക്കിടയിൽ സംശയവും വിദ്വേഷവും കാലുഷ്യവും വളർത്തുന്നതിലുള്ള മനഃശാസ്ത്രം ഈ 60 വർഷക്കാലമായി തുടരുകയാണ്. തീർച്ചയായും അത് അവസാനിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തിപ്പോൾ ആഗോളതലത്തിൽ പുതിയ സാമ്രാജ്യത്വ ശക്തികൾ ഏഷ്യയെ കൈയടക്കുവാൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ കോളനികളായി മാറ്റുവാൻ നവ കൊളോണിയലിസം അതിൻ്റെ അടവുകൾ പയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ശ്രീലങ്കയിലെയും ബർമയിലെയും എങ്ങനെ ഈ പൂർവേഷ്യയിലെയും ദക്ഷിണേഷ്യയിലെയും ഒക്കെ തന്നെ ഭരണാധികാരികൾക്കുണ്ടാകാത്ത വിവേകം ഈ രാജ്യങ്ങളിലെ ജനങ്ങൾ ജനകീയ ബോധങ്ങളിലൂടെ ഉണ്ടാക്കി കൊടുക്കണം. ജനകീയ പ്രസ്ഥാനങ്ങൾ അത്തരത്തിലുള്ള ഒരു ഐക്യത്തിന്റെ സന്ദേശം ഉണ്ടാക്കണം എന്ന് പറയുകയാണ്. ഗുജറാത്തിലെ സുഹറബുദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു യുവാവിന്, ആ യുവാവിന്റെ ഭാര്യയായിട്ടുള്ള കൗസർ ബി ഷെയ്ഖ്, ആളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരാൾ, ഈ 2-3 പേരെ വെടിവെച്ചു കൊല്ലുക മാത്രമല്ല, അവരെ വെടിവെച്ചു കൊല്ലതിന്റെ കാരണം അവരെ തീവ്രവാദികൾക്ക് സഹായം കൊടുക്കുന്നവരാണ് എന്ന് വിശദീകരിച്ചത്. രാജ്യത്തിന്റെ വികസനത്തിന്റെ ഉത്തമമായ ഉദാഹരണമായിട്ട് ഇന്ത്യ ടുഡേ പോലെയുള്ള പത്രങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്ന ഗുജറാത്തിലെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക വിനീത വിജയനായ ദാസനായിട്ടുള്ള വൻസാര എന്ന് പറയുന്ന DGP ആയി. കേരളത്തിൽ നാഷണൽ ഡെവലപ്മെന്റ് ഫണ്ടിനെ കുറിച്ച് നമ്മുടെ മാധ്യമങ്ങളിൽ ചിലതൊക്കെ വിശേഷിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടു കാണാം. നിങ്ങൾ തീവ്രവാദി വിഭാഗങ്ങളാണ് എന്ന് പറയുന്നതിന്റെ കാരണം നിങ്ങൾ പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയും അതോടുകൂടി സത്യസന്ധമായിട്ട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും പോരാടുന്നതിന്, നീതിക്ക് വേണ്ടി പോരാടുന്നതിന്, ഈ നാട്ടിലെ ജനങ്ങളോട് കുറവോട് തോൽക്കാമെന്നുകൊണ്ട് പോരാടുന്നതിന് നിങ്ങൾ തയ്യാറാണ് എന്നുള്ള നിങ്ങളുടെ മനസ്സിന്റെ മുഖത്തിൽ കാണുന്ന ഉത്തമ ബോധ്യം വേണ്ടിയിട്ട് ഭയന്നുകൊണ്ടാണ് ഈ രാജ്യത്തെ ചില ആളുകൾ നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ടിലെ പ്രവർത്തകന്മാരെ തീവ്രവാദികൾ എന്ന് പറയുന്നത്. പോരാളികൾ ഒരിക്കലും തന്നെ ഭയപ്പെട്ടിട്ടില്ല. ഇന്ത്യയുടെ വിവിധ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലെ സമരം നടത്തുന്ന ആദിവാസികളെ കുറിച്ച് നക്സലൈറ്റുകൾ എന്നാണ് പറയാറ്. നമ്മുടെ ഈ മലപ്പുറം ജില്ലയെ അധിനിവേശ ശക്തികൾക്കെതിരായിട്ട് ധീരമായ സമരം നയിച്ചതിന്റെ ഏറ്റവും ഉത്തമമായ, ഉജ്ജ്വലമായ, ഐതിഹാസികമായ ചരിത്രം രചിക്കുന്നതിന് മലപ്പുറം ജില്ലയെ സഹായിച്ച വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെയും ആലി മുസ്ലിയാരെയും കുറിച്ച് അക്കാലത്ത് നമ്മുടെ പത്രങ്ങൾ എഴുതുകയും നമ്മുടെ പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ എഴുതുകയൊക്കെ ചെയ്തത് കണ്ടാൽ നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ടിനെ കുറിച്ച് നമ്മുടെ പത്രങ്ങൾ പറയുന്നത് താരതമ്യേന നിസ്സാരമായ കുറ്റമാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അക്കാലത്തുള്ള പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. വാര്യൻകുന്നിനെ പറ്റി എന്ത് പറഞ്ഞു, ആലി മുസ്ലിയാരെ കുറിച്ച് എന്ത് പറഞ്ഞു, അവരൊക്കെ മതതീവ്രവാദികൾ എന്ന്
വിശേഷിപ്പിച്ചു. അവര് ചക്രവർത്തിക്കെതിരായി, ഏതായി ചക്രവർത്തി, അവര് ചക്രവർത്തിക്കെതിരായി, ബ്രിട്ടീഷ് ചക്രവർത്തിക്കെതിരായിട്ട് രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് എഴുതിയിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അവരെ കുറിച്ച് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, അവരെ കുറിച്ച് ധാരാളമായിട്ട് എഴുതി. അന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടത്തിയ കോൺഗ്രസുകാരെ പറ്റിയും പറഞ്ഞിരുന്നു. നിങ്ങളെപ്പറ്റി ആരെങ്കിലും തീവ്രവാദി എന്ന് പറഞ്ഞാൽ ഓർക്കുക, നിങ്ങൾ സത്യസന്ധമായിട്ട് കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാവുന്ന ധീരന്മാരാണ് എന്നുള്ള വിശേഷണമാണ് തീവ്രവാദം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ട് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി, ഇടക്കാലത്ത് മഴ ഒന്ന് ശക്തമായപ്പോൾ മാത്രമാണ് ഒന്ന് തണുത്തത്. അതിന്റെ മുമ്പ് കഴിഞ്ഞ 3-4 മാസക്കാലമായി കേരളത്തിലെ മുസ്ലിം പത്രങ്ങളിൽ ചിലത്, കേരളത്തിലെ മുസ്ലിം സംഘടനകൾ അവർക്ക് കിട്ടുന്ന എല്ലാ മാധ്യമങ്ങളും ഉപയോഗിച്ച്, അവർക്ക് കിട്ടുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിച്ചുകൊണ്ട് നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ടിനെ കുറിച്ച് അവര് എന്തൊക്കെ അപവാദങ്ങളാണ് പറഞ്ഞ് പ്രചരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, ആ അപവാദത്തിന്റെ തീക്കാറ്റേറ്റാല് സാധാരണഗതിയിൽ ഒരു സംഘടനയ്ക്ക് പോലും നിലനിൽക്കാൻ സാധ്യമാകുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ടിന്റെ പ്രവർത്തകന്മാര് ഇപ്പൊ ഫ്രീഡം പരേഡ് നടത്തുമ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ സഹോദരന്മാര് യഥാർത്ഥത്തിൽ പ്രഖ്യാപിക്കുന്നത് നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ടിന്റെ പ്രവർത്തകന്മാരുടെ സിരകളിലൂടെ ഒഴുകുന്ന രക്തത്തിന്റെ ഫലമാണ്. ഈ പറഞ്ഞിരിക്കുന്ന സഹോദരന്മാരുടെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന നീരേശകളിൽ കൂടി തന്നെയാണ് എന്നും. സാമൂഹ്യമായ നീതി ഇവിടെ പുലർന്നിട്ടുണ്ടോ? എന്താണെന്നും കൊച്ചു കേരളത്തിന്റെ ഉൾപ്പെടെയുള്ള അവസ്ഥ, ഇവിടുത്തെ ദളിത് ജനവിഭാഗത്തിന്റെ, ആദിവാസി ജനവിഭാഗത്തിന്റെ, മതന്യൂനപക്ഷങ്ങളുടെ, അതോടൊപ്പം തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനകോടികളുടെ ഇന്ത്യയിലെ സാമൂഹ്യമായ അവസ്ഥ എന്താണ്? ഇത് നാം ആലോചിക്കേണ്ടതുണ്ട്. ഇന്നും നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ഇന്നലെ നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞതും സാമൂഹ്യനീതി പുലരണമെന്നാണ്. ഇത് ആവർത്തിച്ച് പരാമർശിക്കപ്പെടുമ്പോഴും സാമൂഹ്യനീതി പൂർണ്ണമായിട്ടില്ല. ഇന്നും കോരന് കുമ്പിൽ തന്നെ കഞ്ഞു കൊടുക്കുന്ന, അകറ്റി നിർത്തപ്പെടുന്ന, പൊതുമണ്ഡലങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തപ്പെടുന്ന ഒരു അപകടകരമായ ഒരു അനീതിയുടെ സാമൂഹ്യവൽക്കരണം ഇവിടെ അവശേഷിക്കുകയാണ്. ഇത് തുടച്ചു നീക്കിക്കൊണ്ട് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ഒരു സന്തോഷത്തിന്റെ ഇന്ത്യ സൃഷ്ടിക്കാൻ, അഥവാ രാഷ്ട്രശില്പികളും പോരാളികളും ആദ്യകാല ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാരും ആഗ്രഹിച്ചതുപോലെ ഒരു സന്തോഷത്തിന്റെ, സന്തുലിതാവസ്ഥയുടെ, സമത്വത്തിന്റെ ഇന്ത്യ സൃഷ്ടിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ കോയമ്പത്തൂര് സംഭവം, നേരത്തെ പറഞ്ഞതിൽപ്പെട്ട ഒന്ന് സംഗതി തന്നെയാണ് കോയമ്പത്തൂരിൽ ഒരു കലാപം നടന്നു, 19 പേർ മരിച്ചു, 17 പേർ പ്രതികളാണ് ആ കലാപത്തിൽ, 19 പേർ മുസ്ലിങ്ങളായിരുന്നു. പക്ഷേ ഈ 17 പേർ എവിടെ പോയി? ഏത് ജയിലിലാണ് ഉള്ളത്? ഒരു ജയിലിലും ഇല്ല. അവരെ വെറുതെ വിട്ടു. നേരെ മറിച്ച് അതിനുശേഷം ആ കാരണം കൊണ്ടുണ്ടായി തീർന്നിട്ടുള്ള സ്ഫോടനത്തിലെ പ്രതികൾ ഇപ്പോഴാണ് കോടതിയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 9 കൊല്ലത്തെ കാരാഗ്രഹവാസത്തിന് ശേഷം അതിൽ 9 മലയാളികൾ ഉണ്ടായിരുന്നു. ആ മലയാളികളുടെ കേസ് നമ്മൾ ഏറ്റെടുത്തു. നിയമസഹായ സമിതി രൂപീകരിച്ചുകൊണ്ട് നമ്മൾ ഏറ്റെടുത്തു. അങ്ങനെ ആ കേസ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നു. നമ്മൾ ആ കേസിൽ മലയാളികൾക്ക് 9 മലയാളികൾക്ക് വേണ്ടി നമ്മൾ നടത്തിയിട്ടുള്ള ആ കേസിൽ നമ്മൾ ജയിച്ചിരിക്കുന്നു. കഴിഞ്ഞ 9.5 കൊല്ലമായി അല്ലെങ്കിൽ 9 കൊല്ലമായി നമ്മൾ ഈ ഇനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ വിജയിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പോട്ട് എടുത്തു വെച്ച കാലൊരിക്കലും കഴിഞ്ഞ കാലങ്ങളിൽ പുറകോട്ടെടുത്ത് വെച്ചിട്ടില്ല. നമ്മൾ സംവരണത്തിന് വേണ്ടി 2002 നമ്മൾ സംവരണ സമരജാഥ നടത്തി. ആളുകൾ അന്ന് ചോദിച്ചു, ഇത് നടക്കുമോ? വെറുതെ ഒരു സംഘടന ഇങ്ങനെ അതിലെ തെക്കും വടക്കും നടന്നാൽ നടക്കുമോ സംവരണം? പക്ഷേ കഴിഞ്ഞ ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിൽ ഒരു പാക്കേജ്, മുസ്ലിങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടുന്ന വിധത്തിലുള്ള ഒരു പാക്കേജ് ഉണ്ടാക്കി സമർപ്പിക്കുന്നതിലൂടെ നമ്മൾ ആ സമരവും വിജയിച്ചിരിക്കുന്നു. ഇനി മാറാട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി 130-ലധികം ആളുകൾ, നിരപരാധികളായ ആളുകൾ അടക്കമുള്ള ആളുകൾ, നമുക്ക് അറിഞ്ഞൂടാ, കോടതി വിധി വരുന്നത് വരെ എല്ലാവരും നിരപരാധികൾ തന്നെയാണ്, പ്രതികളാണ്. 130-ലധികം പ്രതികൾ വിചാരണ തടവുകാരായി കേരളത്തിൽ, ഇതുവരെ തമിഴ്നാട്ടിലായിരുന്നു, ഇപ്പോൾ കേരളത്തിലുണ്ട്. ഇവരെ മോചിപ്പിക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ ആരെയും നമ്മൾ സഹകരിപ്പിക്കും ഇതിൻ്റെ മാർഗത്തിൽ. അതേപോലെ ആരുമായും സഹകരിക്കാനും നമ്മൾ തയ്യാറാണ്. ഒരിക്കലും
നമ്മൾ പുറകോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ജനകീയ മുന്നേറ്റങ്ങൾ ചരിത്രത്തിന്റെ ചാലക ശക്തികളാകുന്നു. അജയ്യമായ ഒരു ആദർശത്തിന്റെ പിൻബലവും അർപ്പണബോധമുള്ള അണികളും ഈ മുന്നേറ്റത്തിന്റെ അടയാള മുദ്രകളാണ്. അലസ യൗവനങ്ങളുടെ നിലാവത്ത് മേയുന്നവരല്ല ഈ പോരാളികൾ. ഇവർ കഠിനകാലങ്ങളുടെ തീയിൽ കുരുത്തവർ. പീഡകളുടെ വെയിൽ നാളങ്ങളിൽ ഇവർക്ക് വാട്ടമില്ല. ജനതയുടെ ശാക്തീകരണത്തിനുള്ള ശ്രമങ്ങളുടെ അനന്തമായ സമരപഥങ്ങളിൽ ഇവർ 1000 സൂര്യശോഭയിൽ ജ്വലിക്കും. തളരാത്ത കാൽവയ്പുകളോടെ, തകരാത്ത ആത്മസ്ഥൈര്യത്തോടെ പുതിയ ഇന്ത്യയുടെ വിധേതാക്കളായി ഈ യുവതയെ കാലം കുറിച്ചുവെക്കും. ഓർക്കളങ്ങളെ പുഞ്ചിരിക്കുവിൻ, പുതിയ വീരഗാഥകൾ പാടിയുണരുവിൻ. വരികയായി വരികയായി വരികയായിതാ പോരാളികൾ പുതിയ സമരഗാഥ പാടുവാൻ. ഓർക്കളങ്ങളെ പുഞ്ചിരിക്കുവിൻ, പുതിയ വീരഗാഥകൾ പാടിയുണരുവിൻ. വരികയായി വരികയായി വരികയായിതാ പോരാളികൾ പുതിയ സമരഗാഥ പാടുവാൻ. ഗണങ്ങൾ വരവേൽപ്പിനായി ഒരുങ്ങുവിൻ, രക്തകമ്പളങ്ങളെ വിരിച്ചു നിൽക്കുവിൻ. ഗണങ്ങൾ വരവേൽപ്പിനായി ഒരുങ്ങുവിൻ, രക്തകമ്പളങ്ങളെ വിരിച്ചു നിൽക്കുവിൻ. ദുഷ്ടസാമ്രാജ്യത്വ ശക്തി വീണടിയുന്ന ഉഷസ്സിനെ ഉയരുണർത്താൻ വരികയായിതാ. ഓർക്കളങ്ങളെ പുഞ്ചിരിക്കുവിൻ, പുതിയ വീരഗാഥകൾ പാടിയുണരുവിൻ. വരികയായി വരികയായി വരികയായിതാ പോരാളികൾ പുതിയ സമരഗാഥ പാടുവാൻ. ഓർക്കളങ്ങളെ പുഞ്ചിരിക്കുവിൻ, പുതിയ വീരഗാഥകൾ പാടിയുണരുവിൻ. വരികയായി വരികയായി വരികയായിതാ പോരാളികൾ പുതിയ സമരഗാഥ പാടുവാൻ. വരികയായി വരികയായി വരികയായിതാ പോരാളികൾ പുതിയ സമരഗാഥ പാടുവാൻ. വരികയായി വരികയായി വരിക